അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. അഭിനയം താങ്കളില്ലാതൊരു സിനിമയില്ല. ആ സിനിമയ്ക്ക് താൻ വേണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ആ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ AVMന്റെ സ്റ്റുഡിയോ അന്ന് ഞാൻ കൈവച്ചു. അന്ന് കൈവെക്കേണ്ടി വന്നു. കൈവച്ചു. ഞാൻ ഇറങ്ങി എന്നെയാ പണ്ടത് ചോദ്യം. രവീന്ദ്രൻ സെറ്റിൽ വിഷയം ഉണ്ടാക്കി ഞാൻ എന്താ അറിയാം കൈ പിടിച്ച് തിരിച്ച്. അപ്പൊ അതിന് ഞാൻ മീഡിയനെ ഫേസ് ചെയ്ത് തരാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ മമ്മൂട്ടി എന്നെ വിളിച്ചു. ക്യാപ്റ്റൻ രാജു ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. രാജ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഭയങ്കര വിഷമാണ്. ആദ്യകാലത്ത് പകുതി വന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ. മഞ്ഞൾ വിരുദ്ധ പൂക്കൾ താങ്കളായിരുന്നല്ലോ. അന്ന് ഞാനൊന്നും ചർച്ചയിലില്ല. ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ചർച്ച വന്നത്, അല്ലേ? ആണോ? അതെ. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് പടം കഴിഞ്ഞതിന് ശേഷം എന്നെ എല്ലാവരും കൂടി തമിഴും മലയാളം കൂടി ചേർന്നത് നിർത്തിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇവിടെ ഇങ്ങനെ പൊടിച്ചിരിക്കുന്ന ഡ്രസ്സ് ഷോർട്ടിലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവൾക്ക് നന്നായിട്ട് അറിയാം. സിനിമയെ നന്നാക്കാനും സിനിമയെ പഠിക്കാനും സമയം കണ്ടെത്തുവാണ് സിനിമക്കാർ ചെയ്യേണ്ടത്. ഞാൻ അജിനെ കണ്ടപ്പോൾ ചേട്ടാ ഇപ്പം ഭയങ്കര പോപ്പുലറാ, ഭയങ്കര ഫാൻസാ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് യൂണിറ്റിലെ ആൾക്കാർ. അപ്പോൾ ഞാൻ ഞെട്ടി, അവിടെ നീച്ച് നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകണം. അല്ലാതെ നമ്മൾ എപ്പോഴും വന്നൊരു മസിൽ പിടിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ കാലത്തിലെ പോലെയുള്ള വില്ലനാണ് വരുന്നത്. വില്ലന് പരിവേഷം കിട്ടാൻ വേണ്ടി ഒരു പാട്ട് വരെ. ഞാനൊരു ആക്ടർ ആവാനായിട്ട് അത്രയധികം വന്ന് സ്ട്രെയിൻ ഒന്നും എടുത്തിട്ടുണ്ട്. ഒരുപാട് പ്രതിഭാശാലികളുള്ള നമ്മുടെ നാടാണ് ശരിക്കും. ഈ വരുന്ന ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ യുഗം വന്നിട്ട് ഒരുപാട് സ്പേസ് അവർക്ക് ഒരുക്കുകയാണ്. ആ പടം കൊണ്ടാണ് പിന്നെ ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടും. മുത്തുരാമൻ സാറ് പറയും പിന്നെപ്പാ നീ എന്നടാ പണ്ടത്. ഞാൻ പറഞ്ഞ അപ്പൊ രജനി സാറ് പറഞ്ഞു അവൻ എന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ പുള്ളി കുറച്ച് പൈസ കിട്ടുള്ളൂ, ഞാൻ കുറച്ച് അധികം പൈസ കിട്ടും. അപ്പൊ ഇവൻ പാറ് തല മൊട്ട അടിച്ചിട്ട് പുള്ളി ശ്രീപ്രയുടെ വിളിച്ച് കളിയാക്കുമായിരുന്നു. നമസ്കാരം. മറ്റാരുമല്ല, ബെന്നി ബ്രോ. നമസ്കാരം. ഡിസ്കോ രവീന്ദ്രനല്ല, ബെന്നി ബ്രോ. ഇന്ന് ബെന്നി ബ്രോയുടെ അടുത്തേക്ക് ഞാൻ വന്നത്. കൂടുതലൊന്നും പറയാനില്ല. ബെന്നി ബ്രോ വാഴയിലങ്ങ് തകർത്തി 200 കോടിയിൽ കയറിയ പടത്തിൽ ഇപ്പൊ നിൽക്കുകയാണ്. ഇത്രയും പടങ്ങൾ അഭിനയിച്ച് 200 കോടിയിലേക്ക് എത്തിയിട്ടില്ല. അതെ, ഇല്ല അല്ല 200 അന്നത്തെ കണക്കുവാണ്. എൻ്റെ ഫസ്റ്റ് പടം ഒരു തല രാഗം 1 വർഷം ഓടിയില്ലേ, എല്ലാ D തിയേറ്ററിലോടി. അന്നത്തെ കണക്ഷൻ നോക്കുവാണെങ്കിൽ അത് ശരിക്കും 400 കോടിയായിരിക്കും ആയിരിക്കും. കാരണം പൈസയുടെ മൂല്യം വെച്ച് കാരണം എല്ലാ D തിയേറ്റർ, C മാത്രമല്ല D തിയേറ്ററിൽ വരെയും അത് 100 ദിവസം ഓടി. ചരിത്രം സൃഷ്ടിച്ചു. ഒരു മിനിറ്റ് പറഞ്ഞോ. ബെന്നി ബ്രോ കൂളിംഗ് ഗ്ലാസ് വെച്ചെങ്കിൽ ഞാനും വെക്കണം. അത് വെച്ചോ. വെറുതെ അടിപൊളി. അല്ല അപ്പോഴും ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ അങ്ങ് ഒക്കോളൂ. ബ്രോ പോരട്ടെ, കഥകൾ പോരട്ടെ. ഓക്കെ, പറഞ്ഞോ. പറഞ്ഞ അന്ന് ആദ്യത്തെ സിനിമ ഒരു തര അല്ല, എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഇതേപോലത്തെ പുതിയ പിള്ളേർ അഭിനയിച്ച പടം, ആ പുതിയ പിള്ളേർ അഭിനയിച്ച അതിലെ ഒരു പുതിയ പയ്യനായിരുന്നു ഞാൻ. ആ പടം കൊണ്ടാണ് പിന്നെ ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടുക, ഒരു സ്റ്റാർ പദവി കിട്ടുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലും യഥാർത്ഥത്തിൽ ഞാൻ ഹീറോ ആയിരുന്നില്ല, അതല്ലേ, ഒരു സ്റ്റുഡൻറ് ലീഡറായിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ ആ പടം ഒറ്റ പടം എന്നെ വന്നിട്ട് ഉടുത്തലകരാഗം രവീന്ദ്രൻ എന്നുള്ള പേരിലേക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചന്ന് ഏറ്റവും കൂടുതൽ ആ പടത്തിൽ ഹൈപ്പ് കിട്ടിയ ഒരാളായിട്ട് ഞാൻ അതിൽ നിന്ന് മാറിയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2 സീൻ അഭിനയിച്ച ഇതാണ് ഈ വാഴ. പക്ഷെ അതിൽ എനിക്ക് കിട്ടുന്ന ഈ ഫോൺ കളിയും അപ്രിസിയേഷനും കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഗാർഡിയൻ ഏഞ്ചലിന് അല്ലെങ്കിൽ ഓൾമൈറ്റിക്ക് വന്നിട്ട് താങ്ക്സ് പറയാണ്. കാരണം സോൾ നിമിത്തമാണ് ശരിക്കും, അത്രയും എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ ഒരു നിമിത്തം മൂലമാണ് ആ പടത്തിൽ അഭിനയിച്ചത്, ഒരു നിമിത്തം മൂലം ആ പടം ഹിറ്റായി, ഒരു നിമിത്തം മൂലം ബെന്നി ബ്രോ ഭയങ്കരമായിട്ട് ജനം മനസ്സിലേക്ക് കയറുകയാണ്. അത് എന്നെ സംബന്ധിച്ചോളം വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി ശരിക്കും. ലെങ്ത് ഓഫ് ദ ക്യാരക്ടർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എല്ലാം നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നോ ആ വർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് അതിൻ്റെ ആ സിനിമയിൽ കറക്റ്റ് സ്ലോട്ടിലേക്ക് വീഴുവാണെങ്കിൽ അത് ജനം ഓർത്തിരിക്കുക എന്നുള്ളതാണ്.
ഈ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു കഥ ഉണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ താങ്കൾ ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. താങ്കൾ ഈ ഒരു പുതിയ കൂട്ടായ്മയിലേക്ക് ഒന്ന് ഓർക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരിക്കും. അത് അവർക്ക് അറിയാവുള്ളൂ. ഞാനിങ്ങനെ മറ്റേ ക്ലീബോയിൽ വർക്ക് ചെയ്തിരുന്ന റെനി, അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം അവൻ ഹായ് എവിടെയുണ്ട് ചേട്ടാ അതാണ് ഇതാണെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനിങ്ങനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, ഞാൻ അവന് മെസ്സേജ് അയക്കും. ഇങ്ങനെ ഒരു 4-5 ദിവസമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അവന് 2-3 ദിവസമായി എന്നെ വിളിക്കണം. അപ്പം ഞാൻ ആ സമയം ഞാൻ ദുബായിലേക്ക് പോയിരിക്കുകയായിരുന്നു. നിക്കോണിൻ്റെ ZR എന്ന് പറയുന്ന പുതിയ ക്യാമറയുടെ ലോഞ്ചിങ്ങിന് പോയേക്കുമായിരുന്നു. ദേ ആർ അവർ ഇമേജ് പാർട്ട്ണർ ഇൻ ഓൾ ഓവർ ഗൾഫ് ആൻഡ് ആഫ്രിക്ക. അപ്പം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും അവരാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ ഇതിന് ലോഞ്ചിന് പോയ സമയം അപ്പം ഞാൻ അവസാനം ഇവിടെ പറഞ്ഞു, നീ എന്നെ വാട്സപ്പിൽ വിളിച്ചിട്ട് കാര്യമില്ല റെനി, ഞാൻ ദുബായിലാണ്. അപ്പോൾ നമ്മൾ ദുബായിലെ നമ്പർ അയച്ചാൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ അല്ല അതെ ഞാൻ നമ്പർ അയച്ചു കൊടുക്കും. പെട്ടെന്ന് ഇവൻ ചേട്ടാ ഞങ്ങളിവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അത് ശരി വിചാരിച്ചാന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച വേറൊന്നല്ല, നമ്മളിവിടെ ഈ റോളിലൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരമായി ഡയറക്ടർ എന്നെ വിളിച്ചു. ഈ പ്രോഗ്രാമിനിടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് ബേസിക്കായിട്ട് കഥയൊന്നും ഞാൻ ഫുൾ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തുകൊണ്ടാണ് എന്നെ അപ്പം ചേട്ടാ ഫുൾ പടം ഇമോഷണലാണ്, ഇതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ അത് ചേട്ടനൊന്നും അത് പൊളിച്ചു തരും ഇത്. അപ്പോൾ അവർ നീ അത്ര കോൺഫിഡൻ്റ് അതേ എന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സിലാക്കി തോന്നി ആക്ച്വലി ആ പയ്യൻ പുതിയ പയ്യൻ ഷബിൻ, ഞാൻ അവനെ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആ കോൺഫിഡൻസ് എനിക്കിഷ്ടമാണ്. ഈ ന്യൂ ഗൈസ് ആക്ച്വലി ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യാനാണല്ലോ ഈ ഫിലിം ഫെസ്റ്റിവലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷുവറായിട്ട് ഞാൻ വരാമെന്ന്. അങ്ങനെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുകയും നമ്മൾ ആ പടത്തിലേക്ക് പോയി അഭിനയിക്കുക ചെയ്ത്. എത്ര ദിവസം ഉണ്ടായിരുന്നു? എനിക്കത് 2-3 ദിവസം ഞാൻ അഭിനയിച്ചുള്ളൂ. 3 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ ബന്ധം അതിനുള്ളിലുണ്ടായി. ഇപ്പം അതിൻ്റെ എഡിറ്ററായാലും ശരിയാണ്, അതിൻ്റെ ക്യാമറമാനും ഇവരൊക്കെ ഒരു ടീമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ ഇവർ ഭയങ്കര ആത്മബന്ധമായിട്ടാണ് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ബിവിൻദാസിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എഴുതുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് പണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം മേക്കിങ്ങിൻ്റെ സമയത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ബേസിൽ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഇവരൊരു ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഈ ഷോർട്ട് ഫിലിം മേക്കേഴ്സ്. അപ്പോൾ അവരുടെ ഒരു ക്രിക്കറ്റിൻ്റെ അംബാസിഡർ ആയിരുന്നു അവരുടെ ടീമിൻ്റെ സ്പോർട്സിൻ്റെയൊക്കെ ഞാനത്. അങ്ങനെ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് എന്ന് പറയുന്ന, കാരണം അവരിൽ പലരും എന്നോട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വേദിയില്ല ശരിക്കും. അപ്പോൾ ഓരോരുത്തരും തനിച്ച് സ്ക്രീൻ വെക്കുകയാണ്, അതിനൊരു വലിയ വേദിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുക. ഞാൻ ലാലിനെ പോയി കാണുന്നു, ലാല് സമ്മതം തരുന്നു, ലാല് ചെയർമാനായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് താങ്ങലിടാം ഇപ്പം ഞാൻ അക്കാഡമി വിട്ടിട്ട് മാറുന്ന സമയമാണ്. 3 വർഷം അക്കാഡമിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിനെ നമ്മളൊരു നല്ല രീതിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജനശ്രദ്ധ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളും കൂടി വേണം. അപ്പോൾ അങ്ങനെ ലാലിനെ സമ്മതം ചെയർമാനാക്കി വെച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവൽ ലോഞ്ച് ചെയ്യുക. അപ്പോൾ അന്ന് ആദ്യത്തെ മീറ്റിംഗ് നമ്മൾ ഈ വീടിൻ്റെ മുമ്പിൽ നടത്തിയപ്പോൾ അതിലൊരു വ്യക്തിയായിരുന്നു ബിപിൻദാസ്. അപ്പോൾ ഞാനത് ആലോചിക്കുന്നത്. അപ്പോൾ ബേസിലും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ അവരെല്ലാം വന്ന് സൂപ്പർ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസറായി, ഒരാൾ ആക്ടർ ആൻഡ് ഡയറക്ടറായി, പലരും അതിലെ ഡയറക്ടറായിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നത്തെ ഈ ലിറ്റിൽ മാസ്റ്റേഴ്സിലെ ഷോർട്ട് ഫിലിം മേക്കേഴ്സും എല്ലാം ഡയറക്ടറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം അതാ മനസ്സിലാക്കി. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിഭാശാലികളുള്ള നമ്മുടെ നാടാണ് ശരിക്കും. ഈ വരുന്ന ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ യുഗം വന്നിട്ട് ഒരുപാട് സ്പേസ് അവർക്ക് ഒരുക്കുവാണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് വന്ന് പ്രതിഭാശാലികൾ ഉണ്ടെങ്കിൽ പോലും ലക്ക് വേണം, എക്സ്ട്രാ ഓർഡിനറി ലക്ക് വേണം ഇതിൻ്റെ ഈ ഓർബിറ്റിൻ്റെ ഉള്ളിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് അവർ വന്നിട്ട് മദ്രാസിലെത്തണം. ഈ മദ്രാസിലെത്തിയതിന് ശേഷം ഈ ഓർബിറ്റിൻ്റെ ഉള്ളിലേക്ക് വന്ന് അവരെ കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമുണ്ട്. ഇപ്പം അതല്ല. ഇപ്പോൾ ഈ ഞങ്ങളുടെ ഈ പടത്തിൽ അഭിനയിച്ച് അവർ ഓൾറെഡി ഈ പടത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഭയങ്കര പോപ്പുലറാണ് സോഷ്യൽ മീഡിയയിലോട്. ഞാൻ സോഷ്യൽ മീഡിയ അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു.
ഞാൻ അജിനെ കണ്ടപ്പോൾ ചേട്ടാ ഇപ്പം ഭയങ്കര പോപ്പുലറാ, ഭയങ്കര ഫാൻസാണ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് യൂണിറ്റിലെ ആൾക്കാർ. അപ്പോൾ ഞാൻ ഞെട്ടി, അവിടെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അവർ അത് ചിരിച്ചു നിന്നു. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഫാൻ ഫോളോവേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ പോലെ നമ്മൾ ഒരു പ്രയാസമില്ലാത്തൊരു കാലഘട്ടമാണ്. കഴിവുണ്ടെങ്കിൽ അവന് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോം ഈ ഡിജിറ്റൽ യുഗം വന്ന് അതൊരു വലിയൊരു ഗുണം ചെയ്തു. ഒരുപാട് പേരെ പ്രതിഭാശാലികളെ പല രീതിയിൽ, ചിലർ അവർ അഭിനയിക്കണമെന്ന് തന്നെയില്ല, മനസ്സിലായില്ലേ? ചിലർ വന്നിട്ടുള്ള കുക്കിങ്ങിലൂടെ വന്നിട്ടുണ്ട്, ചിലർ ചെടി വളർത്തുന്നതിലൂടെ ഹിറ്റായിട്ടുണ്ട്, ചിലർ വെറും വ്ളോഗിങ്ങിലൂടെ വന്നിട്ടുണ്ട്, ചില കോമഡി പെർഫോമൻസ് കാണിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സൂപ്പർ താരങ്ങൾ മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് തൊപ്പിയുടെയൊക്കെ വരുമാനം 1 കോടി രൂപയാണ്. ഞാൻ ഇരുന്ന് ഞെട്ടുകയാണ്. കാരണം അങ്ങനെ പുള്ളിയുടെ വന്നിട്ടുള്ള ഒരു ക്രേസി മൂവ്മെൻറ്റ്, ലൈക്ക് ഓഡിയൻസിൻ്റെ മുമ്പിൽ എന്തും ചെയ്യും, അത് ഷൂട്ട് ചെയ്യുക, അങ്ങനെ ഇടുക, ലൈക്ക് വേറൊരു തലത്തിലേക്ക് നമ്മുടെ ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനോടനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ നമുക്കും ചാൻസ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. വിളിക്കുവാണല്ലോ. അതെ, ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവരുമായിട്ട് ജെല്ല് ചെയ്തിട്ട് അഭിനയിക്കാൻ പറ്റുന്നു, അവരുടെ കൂടെ വന്നിട്ട് ബ്ലെൻഡായിട്ട് വരുന്നു. അതേപോലെ തന്നെ അടുത്ത പടം എൻ്റെ വരുന്നത് ആൽഫയാണ്. പിള്ളേർ അടുത്ത സ്കൂൾ പിള്ളേരാണ്. അവർ ഞാനുമായിട്ടുള്ള ഒരു കളിയാണ് ആ പടം. നമ്മുടെ സജി നന്ദിയാട്ടിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മകൻ കാനഡയിലുള്ള ജിം ഡയറക്റ്റ് ചെയ്തൊരു പടമാണ്. അത് ഇതേപോലെ ഞങ്ങൾ ജോളിയായിട്ട് തന്നെ. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറണം, നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ പോകണം. അല്ലാതെ നമ്മൾ എപ്പോഴും വന്നൊരു മസിൽ പിടിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ കാലത്തിലെ പോലെയുള്ള ഒരു രീതിയല്ല ഇനി ആവശ്യം. ലെറ്റ് us ഫ്രീക്ക് ഔട്ട് ആക്ച്വലി. അതാണ് ഇവിടേക്ക് ആവശ്യം. ഇവിടെ ഇനി അതാണ് വരാൻ പോകുന്നത്. ഒരു കാലഘട്ടത്ത് നമ്മൾ ബൈക്കിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ 80 കാലഘട്ടത്തിലൊക്കെ താങ്കളുടെ ഡേറ്റ് ആയിരുന്നു, സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റിനൊപ്പം താങ്കളുടെ ഡേറ്റ് എടുക്കുന്ന കാലഘട്ടമായിരുന്നു. എനിക്ക് തെലുങ്ക് സിനിമ പറഞ്ഞ ഹിറ്റായപ്പോൾ തമിഴിലേക്ക് റീമേക്ക് ചെയ്യണം, കമലഹാസന്റെ കൂടെയാണ്. അതിലേക്ക് താങ്കൾ വരുമ്പം ആ ഒരു വില്ലനാണ് വരുന്നത്. വില്ലന് പരിവേഷം കിട്ടാൻ വേണ്ടി ഒരു പാട്ട് വരെ ക്രിയേറ്റ് ചെയ്തു ഞാൻ അറിഞ്ഞിരിക്കുന്നു. എനിക്ക് 2 പാട്ടുണ്ടായിരുന്നു. അതിലൊരു പാട്ടിന് അഡീഷണൽ ആക്കി. അല്ല, 2 പാട്ട് അഡീഷണലാണ്. 2 പാട്ട് അഡീഷണൽ, 2 പാട്ട് അഡീഷണൽ ആക്കും. 2 പാട്ട് ഒരു ചേസും അഡീഷണൽ ആയിട്ട് വരാം. അതിൽ ഒരു പാട്ട് എൻ്റെ ഇൻട്രഡക്ഷനാണ്, എൻ്റെ ഇൻട്രഡക്ഷൻ വന്നത് ജയമാലിനിയായിട്ട്. പിന്നെ ഒരു ചേസും ഇൻട്രഡക്ഷനാണ്. അതിനുശേഷം ഞാനും കമലഹാസൻ സാറും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഡാൻസ്, അത് അഡീഷണലാണ്. അത് തെലുങ്കിലും ഹിന്ദിയിലും ഇല്ല, തമിഴിൽ മാത്രമേ ഉള്ളൂ. തമിഴ് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ കഥാപാത്രത്തിന് മാത്രമേ ഉള്ളൂ എഴുതുന്നത്. അത് എനിക്ക് അതിനാണ് എനിക്ക് 40 ഫീറ്റ് കട്ടൗട്ട് ഞങ്ങളുടെ 2 പേരും കൂടി ഒരുമിച്ച് വെച്ചത്. അതാ മമ്മൂട്ടി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട്. ആ സമയത്ത് എന്നറിയാമോ, ഇതൊക്കെ വന്നിട്ട് നമ്മുടെ പല നിമിത്തങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ സമയം ഞാൻ ഈ ഒരു ആക്ടർ ആവാനായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്നുള്ളതല്ലാതെ ഞാനൊരു ആക്ടർ ആവാനായിട്ട് അത്രയധികം വന്ന് സ്ട്രെയിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ എൻ്റെ കാഷ്വലായിട്ടുള്ള ജീവിതം, പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഡേ ആൻഡ് നൈറ്റ് വന്ന് മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യായിരുന്നു. ഞാൻ അതിനകത്ത് അതെൻ്റെ ഒരു ഹരമായിരുന്നതുകൊണ്ട് എനിക്ക് ബോഡിക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കിട്ടി. അല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഫിലിം എഡ്യൂക്കേഷൻ, എൻ്റെ ഫിലിം സ്റ്റഡീസിനെ പഠിച്ചെടുക്കാനാണ്. അത് എൻ്റെ വർഷങ്ങളോടുള്ള തപസ്യാണ്. വായനയും പുസ്തകങ്ങൾ നിൽക്കുന്നതും ഫെസ്റ്റിവൽ കാണാൻ പോലും, സിനിമയിൽ വന്ന് വിശകലനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലായാലും, അതിൻ്റെ ഫെസ്റ്റിവൽ നടത്താനായിട്ട് ഞാൻ ഈ പറയുന്ന പോവുകയും ആ ഫെസ്റ്റിവലിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉള്ള മീഡിയ ഓഫീസിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ആക്ടിങ് കരിയറിന് വേണ്ടി ഞാൻ എങ്ങും പോയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു ഫെസ്റ്റിവലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊട്ടാത്ത അല്ലെങ്കിൽ ഞാൻ പോയി സംസാരിക്കാത്ത മീഡിയക്കാരില്ല. അല്ല, അത് എനിക്കും അറിയാവുന്നതാണ്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തെലുങ്കിൽ ഭയങ്കര ഹിറ്റ് അടിച്ച പടമാണ് തമിഴിലേക്ക് അറിയാം. അപ്പം താങ്കൾ വെച്ചൊരു ഡിമാൻഡായിരുന്നു എനിക്കൊരു പാട്ടുകൾക്ക് വേണം എന്ന്. താങ്കൾക്കൊന്ന് ഡിമാൻഡ് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു രവീന്ദ്രൻ എന്നൊരു ആക്ടറിന്? ഞാൻ അങ്ങനെ ഈ പറയുന്ന ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോഴത്തേക്ക് എനിക്ക് ഇന്നത് വേണമെന്നൊന്നും അല്ല ഞാൻ പറയാറ്. ബേസിക്കലി എനിക്ക് ഇന്ന പാട്ട് വേണമെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അഭിപ്രായമില്ല. എനിക്ക് എന്ത് തരുന്നു അത് പോയി ചെയ്യുക, അതാണ് ഞാൻ എന്തും ചെയ്യുന്നത്.
അതിനെ എത്രത്തോളം മനോഹരമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ആക്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജോലിയെ അത്ര എൻ്റർടൈൻ ചെയ്തിട്ട് ലൈക്ക് ആസ്വദിച്ച് ചെയ്യുക. അടുത്ത നിമിഷം ഞാൻ അവിടെ നിന്ന് വിടും. ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള ലൈഫ് വേറെ ഇല്ല എൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്ലോറേഷനിലേക്ക് ഞാൻ അതിനകത്ത് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്നത് ഈ പടം ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ 4 ഷെഡ്യൂളൊക്കെ ആക്ട് ചെയ്യണം. രാവിലെ ഒരു പടം, ഉച്ചയ്ക്ക് ഒരു പടം, വൈകുന്നേരം രാത്രി ഒരു പടം. ഏത് പടം ഹിറ്റായപ്പോൾ? ഈ ഒരുതല രാഗം എൻ്റെ ഹിറ്റായപ്പോൾ. അപ്പോൾ അത് കാരണം ഞാൻ അതൊരു കുറേ വർഷം പോയപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു ലോകം കാണാത്ത പോലെയായി. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞായറാഴ്ച ഇപ്പോൾ സെക്കൻഡ് സൺഡേ ഒരു ഹോളിഡേ ആണ് അവിടെ. ആ സെക്കൻഡ് സൺഡേ 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാം. ആ സെക്കൻഡ് സൺഡേ ഇവന്മാരെ എന്നെ സാറ്റർഡേ നൈറ്റ് പുറത്തേക്ക് കൊണ്ടുപോകും. ആ സൺഡേ ഷൂട്ട് ചെയ്ത് ഞാൻ പിന്നെ നൈറ്റ് യാത്ര ചെയ്ത് തിങ്കളാഴ്ച ഇവിടെ വന്ന് ഞാൻ ഷൂട്ട് ചെയ്യണം. അപ്പോൾ രജനീകാന്തിൻ്റെ പടം ചെയ്യാൻ പറ്റത്ത് സുഖമായിരുന്നു. എനിക്ക് ABM ചെയ്യുമ്പോൾ ഈവനിങ് ഷൂട്ടിങ് നിർത്തും. അപ്പോൾ ആ നൈറ്റ് അവർ വയ്ക്കും വേറെ ആൾക്കാർ. എനിക്ക് ഒന്നാമത് ഞാൻ എടുത്ത പടങ്ങളെ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ എം നോട്ട് ദാറ്റ്. എനിക്ക് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ ഒരു മാസം എത്ര പടം ചെയ്യുമായിരുന്നു ആ കാലഘട്ടത്തിൽ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നണേ ഞാൻ ഈ 150 പടം ചെയ്തതിൽ ഈ 10 വർഷം കൊണ്ട് തന്നെ എനിക്ക് തോന്നണേ അത്രയും പടം 130 പടം ഞാൻ ചെയ്തതാണ്. ഞാൻ ശരിക്കും ഞാൻ ഏകദേശം 10 വർഷം കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ അഭിനയം നിർത്തുന്നത്. അതിനകത്ത് എന്താ തമിഴ്, തെലുങ്ക്, തമിഴ് മലയാളം ആകുമ്പോൾ ഉണ്ടല്ലോ യാത്ര തന്നെ ഭയങ്കര. ഇപ്പം ഞാൻ രംഗം ചെയ്യുന്ന സമയം ഞാൻ പറയാം, കാലിക്കറ്റ് ഷൂട്ട്, അതിൻ്റെ പിറ്റേ ദിവസം മദ്രാസ് ഷൂട്ട്. അപ്പോൾ ഞാൻ കുറേ ഒരു 1-2 ആഴ്ചയിൽ വന്നിട്ട് ഞാൻ കോയമ്പത്തൂർ വന്നിട്ട് കോഴിക്കോട്ടിലേക്ക് വരും. മനസ്സിലായോ? എന്നിട്ട് കോഴിക്കോട് പോയിട്ട് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ മദ്രാസിലേക്ക് ഫ്ലൈറ്റ് കയറും. കോഴിക്കോട് നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരും ബൈ റോഡ്. അങ്ങനെ ഞാൻ ഈ പാലക്കാട് വഴി ഞാൻ ഇവിടെ വന്ന് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയിക്കൊണ്ടിരുന്ന ഒരു 1-2 ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം നമ്മൾ മാറി ഇവിടെ പോയി ഒരു ദിവസം അവിടെ പോയി വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക, ഇവിടെ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടലി വന്നിട്ട് നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് അത് എൻ്റെ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കാം. ഞാൻ എൻ്റെ ആ കാലത്ത് നമ്മളെപ്പോഴും വന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനും കറങ്ങി കിടക്കാനും ആഗ്രഹിക്കുന്ന ഒരു സമയത്തിന് ഇതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പക്ഷേ ആക്ടിങ് എനിക്കൊരു ആസ്വാദനം ആയതുകൊണ്ട് ഞാൻ അതിനെ രസിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വന്നിട്ട് എനിക്ക് സമയം വേണം എന്നുള്ളത് തോന്നിയപ്പോഴാണ് എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഒരു പടത്തിൽ ആണ് അതൊരു സൂപ്പർ ഹിറ്റായപ്പോഴാണ് ഞാൻ നിർത്തിയത്. അതിനുശേഷം ഞാൻ അഭിനയിക്കാട്ടെ. പലപ്പോഴും എൻ്റെ അടുത്ത് പലരും വിചാരിക്കാറുണ്ട്, നിനക്ക് എന്ത് പറ്റി, നീ ഒരു സ്റ്റാർഡം ഉണ്ടായിരുന്നല്ലേ, ആ സ്റ്റാർഡം വിട്ട് കളഞ്ഞ് നിൻ്റെ തലയെടുത്താണ് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ 100 കഥകൾ ഇറങ്ങിയ ഒരു സമയം. കഥകളിൽ ഞാൻ ഇപ്പോഴും പറയാം, താങ്കൾ ആ സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പം താങ്കൾ ഒരു അഹങ്കാരിയായി മാറി. സിനിമകളിലെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. താങ്കൾ സെറ്റിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, താങ്കൾ സമയക്രമീകരണം പാലിക്കാതെ വരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. അഭിനയം, താങ്കളില്ലാതൊരു സിനിമയില്ല, ആ സിനിമയ്ക്ക് താൻ വേണമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അങ്ങനെയാണ് താങ്കൾ വീട്ടിലിരുന്ന് പോയെന്ന് പറയുന്നവരുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അല്ല, വളരെ അല്ല ഞാൻ പറയുന്നത് ഞാൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് കഴിഞ്ഞപ്പോഴാണല്ലോ നിർത്തിയത് ഒരു ഹിറ്റ് പടത്തില്. ഞാനീ പറയണവർക്ക് എന്തും പറയാലോ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. ചിലപ്പോൾ എന്നിൽ നിന്ന് ഷെഡ്യൂൾ കറക്റ്റ് ആയിരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ഞാൻ ഷെഡ്യൂൾ കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഉറപ്പാണ്. ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓടി കിടക്കുകയാണല്ലോ, എനിക്കിതിന് ഒരു മാനേജ്മെന്റ് എനിക്കറിയില്ലായിരുന്നു. അത് കറക്റ്റാണ്. ഇന്നത്തെ കാലഘട്ടം പോലെ മാനേജറൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ എനിക്കതിനെ അവർ വിളിക്കുന്നിടത്ത് പോയിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു ഗതികേട് വന്നു. അപ്പം ഞാൻ അതിനകത്തേക്ക് ആ സമയത്തേക്ക് അവർ പറയുന്നിടത്ത് വന്നില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാവുക. അപ്പം നമ്മൾ ഓടിയെത്തണ്ടേ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ താവളം ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, 2 തമിഴും താവളവും ഒരുമിച്ച് ഞാൻ ചെയ്തേ 2 ദിവസം. നിങ്ങൾ ഇതിനേക്കാളും വേറൊരു രസമുണ്ട്, അറിയാമോ? അടുത്ത വാരിസ് എന്ന് പറഞ്ഞ പടം,
ആ ആ ദിവസം തന്നെയാണ് അത് രജനീകാന്ത് സാറിൻ്റെ പടം, SP മുത്തുരാമൻ. ആരെ കോമ്പിനേഷൻ? രജനീകാന്ത്, ശ്രീദേവി. ഓക്കെ. അതേ സമയത്ത് നമ്മുടെ അരിഫ ഹസൻ്റെ പടം, ക്രോസ് ബെൽറ്റ് മണിയുടെ പടം. അപ്പോൾ ആ പടം വന്ന് അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുക. ഞങ്ങൾ ജയിലിൽ കിടക്കുന്ന ഒരു സീനിൽ അത് പൊട്ടിച്ചു വന്ന് ഹീറോ വില അടിക്കണം, ഞാനും ശങ്കറില്ല. അപ്പോൾ അത് അവസാനം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊരു വഴി കണ്ടെത്തി. രണ്ടും AVM സ്റ്റുഡിയോ, മറ്റേ വാഹിനി സ്റ്റുഡിയോയിലാക്കി. അപ്പോൾ 1 9 1 8 എങ്ങാണ്ടുമാണ് അങ്ങനെ. അപ്പോൾ ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഈ മേക്കപ്പ് നടന്ന് മാറ്റിയിട്ട് നടന്നുകൊണ്ട് എന്നിട്ട് ഞാൻ പോയി രജനീകാന്ത് സാറ് മറ്റേ ശ്രീദേവിയുടെ കൂടെ അഭിനയിക്കണം. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം മുത്തുരാമൻ സാറ് പറയേ നീ എന്നപ്പാ പാറപ്പാ നീ എന്നടാ പണ്ടത്. ഞാൻ പറഞ്ഞ അപ്പോൾ രജനി സാറ് പറഞ്ഞു അവൻ എന്നെ ചെയ്യാൻ പറ്റും, അവനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞാൽ അവന് ഒരു ആക്ടർ ആയതുകൊണ്ട് അയാൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, നീ ഭയപ്പെടാതെപ്പാ, നീ പോയി അതേ പണിയിട്ട് വാ, ഞാൻ എங்கே இருக்கிறேன், நீ வா இங்கே போனா அங்கே பண்ணலாம், எங்கே பண்ணலாம் அங்கே பண்ணலாம். അപ്പം ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ കമ്പനി ആയതുകൊണ്ട് ഇവർ അനുഭവത്തിന് ഞാനുമായിട്ട് സുഹൃത്തായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ചിലരങ്ങനെയല്ല. ഞാൻ സിനിമയിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് വെറും ഡിസ്കോ രവീന്ദ്രനായിട്ടാണല്ലോ എന്നെ ഇവിടെ നിങ്ങൾക്കറിയാം മലയാളികളിലുണ്ട്. ആണോ? പക്ഷേ ഒരു ഫിലിം സ്റ്റഡീസിലേക്ക് ഞാൻ മുന്നിലേക്ക് പോയ അത്രയും വന്നിട്ടുള്ളതിനകത്ത് ഈക്വലായിട്ട് പോയേക്കണം. അല്ലെങ്കിൽ ഇത്രയധികം സ്വന്തമായിട്ടുള്ള ആർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ നോൺ ഫിക്ഷനില്ല പുസ്തകങ്ങളുള്ള ലൈബ്രറിയുള്ള ഒരു വ്യക്തിയെ, ഒരു സിനിമാക്കാരനെ നിങ്ങൾ കാണിച്ചു തരാം. താങ്കൾ ആ കാര്യത്തിലൊക്കെ ഒക്കെയാണ്. ഇത്രയധികം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ലോകം മുഴുവൻ നടന്നു ചെയ്തേക്കണം, അതൊക്കെ താങ്കളുടെ കാര്യം ഒക്കെയാണ്. അപ്പൊ ഞാൻ ചോദിക്കണമെന്നറിയാം, അത് ഇവര് ആ ഒരു വശത്തിനെ വന്നിട്ട് അങ്ങനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഇവരെന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഷെഡ്യൂളിന്റെ പ്രശ്നം അല്ല എനിക്കറിയില്ലല്ലോ. അതെ, ഞാൻ അപ്പൊ ഒരു ഷൂട്ടിംഗ് സ്ഥലം മുടങ്ങുവാണ്. അല്ല അങ്ങനെ താങ്കളെ പിന്നീട് വിളിക്കണ്ടെന്ന് തീരുമാനിക്കുവാണ് ഇവര്. അല്ല എനിക്ക് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാരണം പപ്പയുടെ സ്വന്തം അപ്പൂസ് വരെ എനിക്ക് സിനിമകൾ ഇഷ്ടം പോലെയായിരുന്നു. ഞാനായിട്ടാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് ഹിറ്റായപ്പോഴാണല്ലോ നിർത്തിയതെന്ന് താങ്കൾ പറയുന്നത്. പക്ഷെ പറയപ്പെടുന്നത് താങ്കൾ നിർത്തിച്ചതാണ്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറയുന്ന ഒരു ഹിറ്റ് പടം കഴിഞ്ഞതിന് ശേഷം എന്നെ എല്ലാവരും കൂടി തമിഴും മലയാളം കൂടി ചേർന്നത് നിർത്തിക്കുന്ന ഒരു അവസ്ഥയായിട്ട് ഇവിടെ ഒരു ബാൻ ഉണ്ടായിരുന്നോ? ബാൻ ആയിട്ടല്ല, താങ്കളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവിടെ എത്താൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ ഉള്ളതുകൊണ്ട് താങ്കളെ വിളിച്ചാൽ അവർക്ക് നോക്കിയിരിക്കേണ്ട ഒരു ഞാൻ ചോദിക്കണേ, ഒരു പടം ഹിറ്റായോ? ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവനെ എന്ത് കാരണവശാലും അവർ വന്നിട്ട് വേണ്ടാന്ന് വെക്കുമോ? അല്ല, അന്നത്തെ കാലഘട്ടം പോലെ ഏത് കാലഘട്ടമായാലും ഒരു സിനിമ ഹിറ്റായാല് ആരെവിടെയാണ് നമ്മൾ സ്വയം വേണ്ട എന്ന് വെച്ചങ്ങ് മാറി. അല്ല അങ്ങനെയല്ല എന്റെ സത്യം. അല്ല, സത്യം ആളുകൾക്ക് അറിയണമല്ലോ. അല്ല, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണല്ലോ എന്റെ ഒരു ഇത്. അതല്ല, ഞാൻ അറിഞ്ഞ കാര്യം ചോദിക്കണം. നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പലരും ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്റെ മുമ്പിൽ. ഇപ്പൊ നിങ്ങളായിട്ടല്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെയല്ല, നിന്റെ കഷ്ടകാലമായിരിക്കാം എന്നത്. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം വന്ന് ഒരു ഫിലിം ആക്ടിങ് അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം മാത്രമാണ് വലിയ കാര്യം എന്ന് വിചാരിക്കുന്ന ഒരുത്തനല്ല ഞാൻ. മനസ്സിലായോ? എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള ഗോസിപ്പുകൾ, ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദോഷൈക തിരുക്കുകൾക്ക് എന്തും പറയാം. അവരെ സംബന്ധിച്ചോളം അവർക്കുണ്ട്. കാരണം സിനിമയിൽ വേറൊരുത്തനെ ഇല്ലാതായാൽ മാത്രമാണ് വേറൊരുത്തൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഇപ്പം മമ്മൂട്ടി മോഹൻലാൽ ഞങ്ങൾ വന്ന ആ കാലഘട്ടത്തിലുള്ളവരാരും വന്നിട്ട് ഇതിനെക്കുറിച്ച് പറയില്ല. അവർക്കറിയാം. അതിനുശേഷം വന്ന കാലഘട്ടത്തിൽ വന്നവരുണ്ട്. അവർ സ്വയം ആൾക്കാരാവുന്നത് മറ്റുള്ളവരെ വലിച്ചിട്ടില്ല. അത് ആ ഒരു പ്രവണത ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് വരിക, അല്ലെങ്കിൽ അവരെ കുറ്റങ്ങൾ കണ്ടെത്തുക, കഥ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത സിനിമയിൽ വളരെ പെട്ടെന്ന് ഒരു 80കളുടെ ലാസ്റ്റ് ആയപ്പോൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതിൽ നിന്നായിരിക്കും. കാരണം ഒരു ഈ പടങ്ങളെല്ലാം ഇപ്പോൾ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഫാസിൻ്റെ പടമാണല്ലോ. അതിനാണെങ്കിൽ അതിനു മുമ്പ് നിർത്തിക്കാൻ പാടില്ലായിരുന്നോ? ഈ ഹിറ്റ് കഴിഞ്ഞിട്ട് നിർത്തിക്കണ്ടല്ലോ. അതിൽ എനിക്ക് അതിനു മുമ്പ് എന്നെ നിർത്തിക്കാമല്ലോ.
എന്തിനാണ് ഈ 10 വർഷം പിന്നെ താങ്ങിയേ? ഇല്ലേ? ഇത്രയും താങ്ങേണ്ട ആവശ്യമില്ലല്ലോ, വേണ്ടല്ലോ. വേണ്ട. അപ്പം പിന്നെ അതിനകത്തേക്ക് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത വരിച്ച് രാമലക്ഷ്മണൻ, തങ്കമകൻ, ഇതെല്ലാം വന്നിട്ട് എല്ലാം 150 ദിവസം 200 ദിവസം കൂടിയാണല്ലോ. മലയാളത്തിലെ ഈനാടും ഇനിയെങ്കിലും മദ്രാസിലെ മോനെ എല്ലാം സൂപ്പർ ഹിറ്റ് പടങ്ങളാണല്ലോ. ഭൂകമ്പായാലും ഇപ്പം ഞാൻ അവസാനം അഭിനയിച്ച മറ്റേ പപ്പടസ്വന്തം അപ്പൂസും വന്നിട്ട് ഭയങ്കര ഹിറ്റാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വന്നാൽ ഒരു പടത്തിൽ ഹിറ്റായി, ഇനി അവനെ വിളിക്കരുതെന്ന് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും തീരുമാനിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? പറയപ്പെടുന്ന കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേട്ട? അല്ല, തീർച്ചയായിട്ടും ഞാൻ കേട്ടതാണ്, എനിക്ക് അനുഭവമില്ല. അത് നിങ്ങൾ പിന്നീട് കേട്ട അറിവാണ്. അതെ, പിന്നീട് കേട്ട അറിവാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേട്ട. ആ കാലഘട്ടത്തിൽ നിങ്ങളില്ലല്ലോ. ഇല്ല, കാലഘട്ടത്തിൽ ഞാനുണ്ട്, പക്ഷെ അന്ന് കേട്ടിട്ടില്ലല്ലോ. അല്ല, ആ കാലഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇതൊന്നും. അതൊന്നും ഇല്ല. അപ്പോൾ പിന്നീട് അവർ വന്നൊരു 10-12 വർഷം 2000 വന്ന് ഞാൻ സിനിമ ചെയ്യാതിരിക്കുന്ന ഫെസ്റ്റിവൽ ചെയ്യുന്ന സമയത്ത് രണ്ടാമത് ഞാൻ കിളിബോയ് ചെയ്യപ്പോഴാണ് ഈ രണ്ടാമത് ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചർച്ച വന്നത്. ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ചർച്ച വന്നത്, അല്ലേ? ആണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ എന്തുകൊണ്ട് അന്നുണ്ടായില്ല? അന്നല്ലേ ഇതിന്റെ ചർച്ച അല്ലേ? ഞങ്ങൾ അങ്ങനെ ഒന്ന് തീരുമാനിച്ചാന്ന് അന്നുണ്ടല്ലോ പത്രങ്ങൾ, സിനിമ മാഗസിൻസും കാര്യങ്ങൾ. എന്തുകൊണ്ട് അന്ന് അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച വന്നില്ല? എഴുതുപോലും ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ പിന്നീട് നിങ്ങളെ കൂടെ പറയുന്ന, അപ്പൊ താങ്കൾ പറഞ്ഞ ഏറ്റവും ശരിയാണ്. രവീന്ദ്രൻ ചേട്ടൻ പറയുന്നത് അസൂയകളാണ് ആൾക്ക് ഒരുത്തന്റെ വളർച്ച ഇല്ലാതെ ആക്കുക. നമ്മളെ മാറ്റിയാലേ മറ്റൊന്ന് വളരാൻ പറ്റുള്ളൂ. അല്ല, ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അസൂയ എന്നുള്ളൊരു വാക്കിനെ വിട്ടുകളാം. ഇതൊരു സർവൈവൽ പ്രോബ്ലം. അതെ, മനസ്സിലായ? ഒരാളും കൂടി പുതിയതായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ വന്നിട്ട് ഏതായാലും വന്നിട്ട് അവനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞില്ല, ജനം ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ല. സിനിമ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഒരു സിനിമയുടെ എന്താണ്? ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ സിനിമ നിൽക്കുന്നത് ജനഹിതം നോക്കിയിട്ടാണ്. ഏതെങ്കിലും സുഹൃബന്ധത്തിന് ആരെങ്കിലും ചാൻസ് തരുമോ? തരില്ല, ആരും തരില്ല, അല്ലേ? നിങ്ങളുടെ ജനത്തിന് ആവശ്യമുണ്ടോ? നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ജനത്തിന് ആവശ്യമില്ലേ? അവർ നിങ്ങളെ വിളിക്കില്ല. ഇതൊരു സത്യമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. ആരെന്തൊക്കെ പറഞ്ഞാലും എത്രത്തോളം പ്രശ്നങ്ങൾ ഞാൻ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോബ്ലം ഉള്ള ആൾക്കാർ ഇപ്പോഴും ആക്ട് ചെയ്യുന്നില്ലേ? ഇല്ലേ? അവർ ഭയങ്കര പ്രോബ്ലമാണെന്ന് പറഞ്ഞാലും അവരെ വന്നിട്ട് അവരെ ഡേറ്റിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്, ഇല്ലേ? എന്തുകൊണ്ടാണ്? അവരെ ജനം ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അവരാ റോൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്ന പല ആക്ടേഴ്സിനെയും ഇവർ അല്ലാത്ത സമയത്ത് മുഴുവൻ ചീത്ത പറയുകയും അതിനുശേഷം അവരുടെ ഡേറ്റിന്റെ മുമ്പിൽ പോയി എന്നിട്ട് മേടിക്കുകയും ചെയ്യും, ഇല്ലേ? ഇതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ ആദ്യകാലത്ത് ഫഹദ് വന്ന സമയത്ത് ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ? ഒരുപാട് പ്രശ്നം. ഡേറ്റിന് കിട്ടില്ല, മറിച്ച് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്നില്ല മാനേജ് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? കാരണം എല്ലാവരുടെയും ഇഷ്ടത്തിനൊത്ത് തുള്ളാൻ പറ്റിയെന്നില്ല. അപ്പോൾ അവരവരെന്താ വിചാരിക്കണമെന്ന് അവരവരുടെ ഇഷ്ടത്തിന് തുള്ളണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിനകത്ത് നിസ്സായാവസ്ഥയായിട്ട് നിൽക്കും. ആ നിസ്സായാവസ്ഥേനെ അവർ മനസ്സിലാക്കില്ല അതിനകത്തേക്ക്. അപ്പോൾ അവർക്ക് പറയാം, അവരെന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരങ്ങനെ അത് എന്നെ സംബന്ധിച്ചോളം വന്ന് എന്തെല്ലാം ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ജനം ഇഷ്ടപ്പെടാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ, അവിടെ നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷനാണ്. അത് നമ്മുടെ വന്നിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ വർക്കിനെ എനിക്ക് അവിടെ എത്തിക്കാൻ പറ്റുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഞാൻ ഈ മാറിയത് കൊണ്ട് എനിക്ക് മറ്റൊരു ലൈഫ് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. എനിക്ക് അതിനുശേഷമാണ് ഞാൻ എൻ്റെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ പോയിട്ടുള്ള ഒരു മാസ്റ്റർ സർട്ടിഫിക്കറ്റ് US ചെയ്തത്, ആ കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അതിനുശേഷമാണ് എനിക്ക് ഇവിടുത്തെ എനിക്ക് ചരിത്രപ്രധാനമായിട്ട് ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ഏരിയയിലേക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും 3 പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഞാനാണ് നിമിത്തമായത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു 53 ഗ്രേഡ് സിമെൻ്റ് ഇല്ലായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രേഡ് FE500 കൊറോഷനിസ്റ്റ് സ്റ്റീൽ നമ്മളാണ് ലോഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ സ്പേസ് ഫ്രെയിംസ് പോലത്തെ ഹോളോ സെക്ഷൻ വെച്ചിട്ടുള്ള കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യിപ്പിച്ചു. കാരണം ഇതറിയാത്ത പണിക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു ഈ പണി. ഇതാവും എന്നെക്കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററായ ഗൾഫാർ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. ഈ പറയുന്ന പെട്രോൾ ബങ്കിൻ്റെ റൂഫ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ സ്പെസിമെൻ തിരുവനന്തപുരത്ത് ചെയ്ത് ഞാനാണ്. അതെനിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഗവൺമെൻറ് ആ വർക്ക് എനിക്ക് സാങ്ഷൻ ആയത്.
ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഇൻഡോർ സ്റ്റേഡിയം ആയിട്ട് കാണുന്ന ഒരു ഓഡിറ്റോറിയം കമ്പായ ടാഗോർ സ്റ്റേഡിയം വന്നിട്ടുള്ള ആലുവ യൂസി കോളേജിലെ ഏറ്റവും സ്പാൻ കൂടിയ ഒരു സാധനമാണ് 150 അടി. അത് ചെയ്യാൻ പറ്റിയത് എനിക്കാണ്. ഇതൊക്കെ ഞാൻ 97 ചെയ്തതാണേ. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്ത ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് എംപോറിയത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ എൻ്റെ ഈ പറയുന്നവരെ എന്ത് പറയുന്നു എന്നുള്ളതിനകത്ത് എനിക്കൊരു വിഷയമല്ല. കാരണം ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് മാത്രം നിൽക്കുക എന്നുള്ളതായിരുന്നില്ല എൻ്റെ ആഗ്രഹം. ഞാൻ അതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത്, അഭിനയത്തിൻ്റെ. അവിടെ ചെന്നപ്പോൾ എൻ്റെ ലോകം വേറൊന്നായിട്ട് മാറി. ഞാൻ എൻ്റെ സീനിയർ സ്റ്റുഡൻറ്റ് പെരുന്തച്ചൻ. ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ശത്രുക്കളായിട്ട് ആരെയും ഞാൻ ഫീൽ ചെയ്യാറില്ല. അവരവരുടേതായ നിലനിൽപ്പിന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ജയത്തിന് വേണ്ടിയിട്ട് അവരാരെയും പറയും. അത് ഞാനെന്നുള്ളൊരു വ്യക്തിയല്ല, അത് ആരും അങ്ങനെ തന്നെയാണ്. അത് തിരക്കുകളുടെ ഇടയ്ക്ക് താങ്കൾക്ക് ആഗ്രഹിച്ച ഒരു സിനിമ വന്നപ്പോൾ വേണ്ട എന്ന് വെച്ച സിനിമയുടെ പേരുണ്ടെങ്കിൽ ഏതായിരിക്കും? ഏതാ? താങ്കളുടെ തിരക്ക്, ഷൂട്ടിംഗ് തിരക്ക്, ഒരു സിനിമ തേടി വന്നു, ആ സിനിമ വേണ്ട എന്ന്, തിരക്ക് കാരണം വേണ്ട എന്ന് വെച്ച സിനിമ ഉണ്ടോ? ഇഷ്ടം പോലെ. ഒരു പേര് വരും ഒരു സിനിമയുടെ. സത്യമതി കിട്ടറേ. ഞാൻ മറ്റേ വിജയുടെ ഫാദറിൻ്റെ ഹീറോ ആയിരുന്നു. അത് ആ പടമാണ് വിജയകാന്ത് എന്നുള്ളൊരു ആക്ടർ ഉണ്ടാക്കിയത്. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്താൽ എനിക്ക് വേണ്ടിയിട്ട് കുറേ സിനിമകൾ അങ്ങനെയുണ്ട്. എനിക്ക് എപ്പോഴും പറ്റിയിട്ടുണ്ട്. എനിക്ക് പല കാരണങ്ങളുമുണ്ട്. അത് ഒരു പക്ഷേ പല കാര്യങ്ങൾ വന്നിട്ട് എല്ലാം ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക. ഞാൻ എത്രത്തോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അതിനിരട്ടി ഞാൻ സിനിമകൾ എനിക്ക് ചെയ്യാതെ പറ്റിയിട്ടില്ല. ഇപ്പം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ഓക്കെ, ഞാൻ എത്ര സിനിമ വേണം പറയണം, എത്ര സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ താങ്കളായിരുന്നല്ലോ അല്ലേ? അത് എനിക്ക് അത് തിരിച്ചായിട്ട് സാറ് താങ്കളുടെ പേരാണ് ആദ്യം പറഞ്ഞിരുന്നത്. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചുപോയി പറയേണ്ടി വന്നു. തിരിച്ചുപോയി പറഞ്ഞു താങ്കൾ? ലാലേട്ടനിലേക്ക് പോകുന്നു. അല്ല, അത് പിന്നീട് അല്ല, അന്ന് ലാലൊന്നും ചർച്ചയിലില്ല. മമ്മൂക്ക പറഞ്ഞ ഒരു പോസിറ്റീവ് വശം ഒറ്റ വാക്കിൽ പറയുക. ഏത്? മമ്മൂക്കായിട്ട് ആത്മബന്ധമുണ്ട്. മമ്മൂട്ടി എന്നൊരു നടൻ താങ്കളോട് പറഞ്ഞൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയ ഒരു സംഭവം താങ്കൾക്ക് ജീവിതത്തിൽ ഇപ്പം സമീപത്തിൽ ഏതെങ്കിലും സമയത്ത്? ഇപ്പം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇലക്ഷന് നിന്നപ്പോൾ ഞാനൊരു മീഡിയനെ കണ്ടായിരുന്നു. ഞാനിവിടെ അമ്മയുടെ സമയത്ത് മറ്റേ ശ്വേതയുടെ വിഷയത്തിനോടനുബന്ധിച്ച്. അപ്പോൾ അതിന് ഞാൻ മീഡിയനെ ഫേസ് ചെയ്ത് തരാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ മമ്മൂട്ടി എന്നെ വിളിച്ചു, നീ ഞെട്ടിച്ച് കളഞ്ഞതാണ്. ഇനി ഞെട്ടിച്ച് കളഞ്ഞത് യു മാർവലസ്. നമ്മൾ വിചാരിച്ചിരുന്ന പോലെ അല്ല നീ കാര്യം, നീ ഹാൻഡിൽ ചെയ്തത് വളരെ വളരെ ഒതൻറ്റിക്കായിട്ടും വന്ന് ജെന്യൂനായിട്ടായിരുന്നു. അതെന്ന് എന്നെ പുള്ളി വിളിച്ചോളൂ. പുള്ളിക്ക് ഞാനുമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ബന്ധമുണ്ട്. മോഹൻലാലുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിങ്ങൾ പറഞ്ഞ സൗഹൃദത്തിൽ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന എന്തെങ്കിലും വേണ്ടി പറയാം? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കാഡമിക് കാര്യങ്ങളെ ഏറ്റവും അംഗീകരിച്ച് തന്നിരിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓട്ടിസത്തിൻ്റെ ഞാൻ ഈ ചെയ്യുമ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫിലിം ഫെസ്റ്റിവൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് കാര്യങ്ങൾ ചെന്നിട്ടുള്ള പറയുമ്പോഴത്തേക്കും അതിനെ മറ്റ് പലരും വന്നിട്ട് അതിനെ ശ്രദ്ധിക്കാതെ വിടുന്നുണ്ട്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കിയ ഒരൊറ്റ ആൾ മോഹൻലാൽ. അക്കാഡമിക്കലായിട്ട് ഞാൻ ഈ പറയുന്ന ഫെസ്റ്റിവലിൻ്റെ ചെയർമാനായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോഴും, ഞാൻ ഓരോ കാര്യങ്ങളും ചെന്നിട്ട് പറയുമ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്നെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ആക്ടർ മോഹൻലാലാണ്. രജനീകാന്ത് സാറുമായിട്ട് ആദ്യ സിനിമ രജനി പറഞ്ഞ ഒരു കാര്യം ഓർത്തെടുക്കുകയാണെങ്കിൽ ഏത് ഓർത്തെടുക്കും? ആക്ടേഴ്സ് ആർ ആക്ച്വലി എന്നെ ഗ്ലാസ് ഹൗസിലാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ റിസ്ട്രിക്റ്റഡ് ലൈഫിൽ അടുത്ത വാരിസ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു മേക്കപ്പ് റൂമായി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മേക്കപ്പ് ലൈറ്റ് ചെയ്യണമല്ലോ സ്റ്റുഡിയോയിൽ. ഞങ്ങളപ്പോൾ ഈ മേക്കപ്പ് റൂമിൽ വന്നിരിക്കും. അപ്പോൾ പുള്ളി ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പോകും. അപ്പോൾ പുള്ളിയുടെ ബേസിക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ വോയറിസം ശരിക്കും ഭയങ്കര പ്രശ്നമാണ്. വോയറിസം നമ്മളെ മറ്റ് ഇപ്പം ഞാനീ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെയ്യാത്ത ഇപ്പം രജനീകാന്ത് സാറിനെ ഇപ്പം നിങ്ങൾ ഇതല്ലേ പറയുന്നത്, കുഷ്ട എന്ന് വരെയും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, വട്ടാന്ന് പറഞ്ഞ് ജയിലിൽ അടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അതിനെയൊക്കെ അതിജീവിച്ചിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്നറിയാമോ. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിനകത്തേക്ക് ഒരാളെപ്പോലും നമ്മൾ വന്ന് നല്ലതല്ല പറയുക. അതിൻ്റെ ചീത്തവശം എങ്ങനെയാണെന്നുള്ളൊരു ഗോസിപ്പ് സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ ഒരു വശത്ത് ഇത് പരക്കുന്ന ഒരു സ്വഭാവമുണ്ട്.
ആ പ്രവണത പണ്ടുണ്ടായിരുന്നില്ല. ശരിക്കും പണ്ട് എനിക്ക് മുമ്പുണ്ടായിരുന്ന തലമുറ എന്ന് പറയുന്നത് ഞങ്ങൾ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ബന്ധങ്ങളുണ്ടായിരുന്ന തലമുറയാണ്. ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവരൊരിക്കലും ഓരോ ആക്ടറിനും അടുത്ത ആക്ടറെ വന്നിട്ടുള്ള ഇപ്പോൾ ബോധുക്കളുടെ ഫാമിലിയെ കുറിച്ചിട്ട് നസീർ സാറിന് അറിയാം, അറുബാസിക്ക് അറിയാം. അവർക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അവർ ശങ്കരാടി ചേട്ടൻ്റെ അവരുടെ പേഴ്സണൽ പ്രശ്നത്തിൽ വരെയും വന്നിട്ട് ഈ ആക്ടേഴ്സ് ഒരുമിച്ച് പെരുമാറിയിരുന്നു. ഞങ്ങളുടെ കാലം പഠിപ്പോൾ ഞങ്ങൾ സുഹൃബന്ധങ്ങളാണ്. പക്ഷെ പിന്നീട് വന്നിരിക്കുന്ന കാലങ്ങളിലേക്ക് നമ്മൾ കാണാൻ നേരത്ത് എല്ലാവരും തനിച്ചായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും വേറൊരുത്തനെ പറ്റി വേറൊരുത്തർ ഗോസിപ്പ് കളിയാക്കി കഥകൾ പറയുക. ഞാൻ നോക്കി കഴിഞ്ഞാൽ ലാലു ലക്ഷ്മിനെ കളിയാക്കുക, ക്യാപ്റ്റൻ രാജിനെ, മറ്റ് ആക്ടേഴ്സിനെ കളിയാക്കുന്ന ഒരു പ്രവണത പിന്നീടാണ് കയറി വന്നത്. അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതൊരു തമാശയായിട്ട് പലതും ചിരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായെങ്കിലും പലപ്പോഴും എനിക്ക് ഒരുപാട് ക്യാപ്റ്റൻ രാജു ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. രാജുവിനെ പറ്റി പലപ്പോഴും വന്നിട്ടുള്ള കഥകൾ വന്നപ്പോൾ ക്യാപ്റ്റൻ രാജുവിനെ രാജ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഭയങ്കര വിഷമാണ് തമ്പി, എന്നെ എങ്ങനെ വിളിക്കണേ മോനെ, നമ്മളെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു കുടുംബമുള്ളതല്ലേ, അവർക്കൊക്കെ അപമാനാവൂലേ. എന്താണെന്നറിയാമോ, ബേസിക്കായിട്ടുള്ള ചിലർക്ക് ഇനിയും മനസ്സിലാവാത്ത പല കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഈ ഗോസിപ്പിംഗ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ കം. സിനിമയെ നന്നാക്കാനും സിനിമയെ പഠിക്കാനും സമയം കണ്ടെത്തുവാണ് സിനിമക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ സിനിമയിൽ ഗോസിപ്പ് പറയുകയല്ല വേണ്ടത്. ഞാൻ ഈ എന്താ പറയാവോ, ഈ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോണില്ല. അത് കണ്ടതിൻ്റെ ഏറ്റവും വലിയ പറഞ്ഞാൽ അത്രയധികം പ്രശ്നങ്ങൾ രജനീകാന്ത് സാറിന് മുമ്പിൽ ഉണ്ടായ ഞാൻ കണ്ട ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ സിനിമയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള കാലഘട്ടം. ഞാൻ കയറുമ്പോൾ അദ്ദേഹം സ്റ്റാറായി രണ്ടാമത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും. അങ്ങനെയാണ് പുള്ളി രാഘവേന്ദ്രയുടെ ഭക്തനായി കാര്യങ്ങളൊക്കെ മാറി കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു വേറൊരു ലെവലിലേക്ക് അദ്ദേഹം എത്തി. ആ മേക്കപ്പ് റൂമിലേക്ക് പോയിട്ടുള്ള കാര്യം വന്നില്ല. അല്ല, അത് അന്ന് ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞേ, എടാ നമ്മൾ ഈ ഇരിക്കുന്നതിനകത്ത് ഈ ആൾക്കാർ എപ്പോൾ നോക്കിയാലും നമുക്ക് വന്നിട്ട് സ്വാതന്ത്ര്യം പോലും ഇല്ല, ലൈഫിനകത്തേക്ക് ഒരു ഫ്രീഡം പോലും ഇല്ലാത്തതാണെന്ന് പറയുന്നത്. പിന്നെ പുള്ളി എപ്പോഴും പറയും എൻ്റെ അടുത്ത്, നീ പല കാര്യങ്ങളും എങ്ങനെ ഒരു സിനിമേനെ സ്വീകരിക്കണം, ഒരു സിനിമ എങ്ങനെ നമുക്ക് വേണോ വേണ്ടോ തീരുമാനിക്കണം, ഇതിനൊക്കെ പറ്റിയൊക്കെ പറയും. ഈസ് എ വെരി ജെന്യുവൻ, മനസ്സിലായ സിൻസിയർ പേഴ്സണാണ്. കമലഹാസൻ പറഞ്ഞ ഒരു തമാശ ഓർക്കുവാണെങ്കിൽ, താങ്കളുടെ അഭിനയം, താങ്കളുടെ രൂപം, താങ്കളുടെ ഡാൻസ് കണ്ടൊരു തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കമല് ബേസിക്കലി എന്നറിയാവോ, ഈസ് എക്സ്ട്രാ ഓർഡിനറി ജീനിയസ്, മനസ്സിലായ പുള്ളി എന്താണെന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങളെ സാധിക്കുന്നതിന് ഉള്ള എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയിലും അത് ചിന്തിക്കുന്നതിലുമാണ് പുള്ളി തീരുമാനിച്ചിരുന്നത്. ശരിക്കും പുള്ളി എല്ലാം പഠിച്ചെടുത്തതാണ്, അക്യുമുലേറ്റഡ് നോളജാണ് ശരിക്കും. അത് ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അപൂർവ സഹോദരങ്ങൾ അതെന്ന് പറഞ്ഞാൽ അന്ന് ആ പറയുന്ന കുള്ളനായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാധനത്തിനെ കൺസീവ് ചെയ്യായിരുന്നു ശരിക്കും. അതൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ജനങ്ങളെല്ലാം. അപ്പോൾ അതേപോലെ പല കാര്യങ്ങളും അന്ധനായിട്ട് വരിക, പുള്ളി പല വേഷങ്ങൾ, ദശരഥം 10 വേഷം, കാരണം 9 വേഷമാണ് നവരസ, 9 വേഷമാണ് ശിവാജി സാർ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം 10 വേഷം വരെയും ചെയ്തു. അപ്പോൾ ഇത് മാത്രമല്ല, ഇദ്ദേഹം ടെക്നോളജി പഠിക്കാനായിട്ട് തന്നെ നല്ല, കാരണം ഞങ്ങൾ പാർട്ട്നേഴ്സായിരുന്നു ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ ലൈക്ക് സ്പെഷ്യൽ എഫക്റ്റ് സ്റ്റുഡിയോ തുടങ്ങിയത് എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും കമലഹാസൻ സാറും അതിലെ പാർട്ട്നേഴ്സായിരുന്നു. അതിനകത്ത് ഞങ്ങൾ 82-81 തുടങ്ങിയത്. സ്റ്റാർ വാർസൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട്. അപ്പോൾ ആദ്യകാലം അന്ന് ഞങ്ങളുടെ കമ്പ്യൂട്ടർ കൊണ്ടുവന്നത് 256 ആണ്, 2.5 ലക്ഷം രൂപ. 256 ഒന്ന് ആലോചിച്ച് നോക്കി, 256 MB അതാണ് കമ്പ്യൂട്ടർ. എന്തെങ്കിലും അതിൻ്റെ ബാക്കി ഇത് ഇപ്പോഴും കിടപ്പുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെയാണ് 90 ആയപ്പോഴാണ് 356 വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സമയത്ത് നമ്മൾ ഫ്ലോപ്പിയാണ്. ഞങ്ങൾ ഈ ഒരുപക്ഷെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് നമുക്ക് ടെക്നോളജിയൊക്കെ മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. എന്നാൽ അദ്ദേഹം അതല്ല, അദ്ദേഹം സ്വയം വഴിവെട്ടി വന്ന ഒരാളാണ്. ഈ എക്സ്ട്രാ ഓർഡിനറി ജീനിയസ് തന്നെയാണ് ശരിക്കും. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാണപ്പോഴും പുള്ളി ആ പഴയ കാര്യമാണ്. അപ്പോൾ നമ്മളെ ഞങ്ങൾക്ക് കുറച്ച് അടി കിട്ടി അതിനകത്ത്, എന്താണ് ഏമാത്തിന് പോയിട്ട്. അപ്പോൾ പുള്ളി കുറച്ച് പൈസ കിട്ടുള്ളൂ, ഞാൻ കുറച്ച് അധികം പൈസ കിട്ടും.
ഇവന്മാര് തലമൊട്ട അടിച്ചിട്ട് ഇവനോട് പുള്ളി ശ്രീപ്രയുടെ മുമ്പിൽ വെച്ച് കളിയാക്കുമായിരുന്നു തന്നെ. അപ്പോൾ ഞാൻ എന്ത് പറയാനാ, കേട്ടുകൊണ്ടിരുന്നത് ശരിയാണ്, സത്യമാണ്. അപ്പം പിന്നെ നമ്മളങ്ങനെ വലിയ ബുദ്ധിമാനൊന്നും അല്ലല്ലോ. there are certain people, they use their intelligence in crooked way. മനസ്സിലായില്ലേ? ഓരോരുത്തരും അവനവന് ഓരോ തരത്തിലാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എല്ലാത്തിലും നമ്മൾ എക്സ്പെർട്ട് ആവണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മുഴുവൻ ഫിലിം സ്റ്റഡീസിലാണ് യൂസ് ചെയ്തത്. ലൊക്കേഷനിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ ചൂടായ ഒരു സമയവും? ചൂടായ സമയം എന്ന് പറഞ്ഞാൽ താങ്കളൊന്ന് തിളച്ചു വയ്ക്കുന്ന ആളാണ്. അല്ല, എനിക്കങ്ങനെ ലൊക്കേഷനിലൊന്നും ഞാൻ ഇതുവരെ എനിക്ക് ആരോടും ചൂടായുള്ള എനിക്ക് ആരെങ്കിലും ഇത് കൗണ്ടറായിട്ട് എന്നെ ഇന്റർവ്യൂ വിളിച്ചാൽ പോയി ചോദിക്കും. അല്ല, ചോദിച്ചോ, എനിക്ക് ഓർമ്മയില്ല. അവനെ ഓർമ്മപ്പെടുത്തിയാൽ അറിയാം. ഞാനങ്ങനെ അല്ല, ലൊക്കേഷൻ അല്ല, ഞങ്ങൾ തമ്മിൽ അതൊരു ഇതുമായിട്ട് യാതൊരു സിനിമയായിട്ടുള്ളൊരു ബന്ധമല്ല. എനിക്ക് തോന്നണ പ്രൊഡക്ഷൻ്റെ ആളുമായിട്ടാണ്. അതൊരു ചെറിയ വിഷയമുണ്ട്. ആരുമായിട്ടാ? പ്രൊഡക്ഷനിലുള്ളവരുമായിട്ടാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. അത് എനിക്കറിയാം, ജോഷിയുടെ പടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ മറ്റേ ഹസൻ്റെ പടം, അരിഫ് ഹസൻ പടവും ജോഷിയുടെ പടവും ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ശാരദ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ജമ്പ് ചെയ്യുക, ഞാൻ കൂടുതൽ ഡൂപ്പില്ലാതെ ചെയ്ത് അത് നേരെ പോയി തലയിടിച്ച് ഞാൻ കവന്നടിച്ചു കൊടുക്കും. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ. അപ്പോൾ പിറ്റേ ദിവസം അതിൻ്റെ ക്ലൈമാക്സാണ്. അപ്പോൾ ആരിഫ് ഹസൻ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുന്ന സമയമാണ്. ആ ഷൂട്ടിംഗ് ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, രാവിലെ പോയിട്ട് എന്നോട് പറഞ്ഞു, നീ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, മോനെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ ആശുപത്രിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ ഈ നടുവ് വെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആശുപത്രി കൊണ്ട് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ലോക്കൽ അനസ്തേഷ്യ എടുത്തിട്ടാണ് ഞാൻ പോയി അഭിനയിച്ചത്. അന്ന് അഭിനയിച്ച് ഉച്ചയായപ്പോൾ ഞാൻ തളർന്ന് ആശുപത്രിയിൽ പോയി കിടന്നു. ശരിക്കും അന്ന് ഉച്ചയ്ക്ക് ഞാൻ വരാതിരുന്നതിന് അന്ന് ഈ ഭൂകമ്പത്തിൻ്റെ പ്രൊഡക്ഷൻ്റെ ആൾ ഭയങ്കര തെറിയായിരുന്നു. ഭയങ്കര തെറി. അപ്പോൾ അത് ഞാനൊന്നും മിണ്ടിയില്ല. കാരണം നമ്മൾ വയ്യാതിരിക്കുന്ന ആൾ ഈ സമയത്ത് അനങ്ങാനും പറ്റണില്ല, വേദനയോട് സഹിക്കാനും പറ്റാത്ത സമയം ഞാൻ പോയി കിടന്നു. എൻ്റെ പിറ്റേ ദിവസം അങ്ങോട്ട് ഞാൻ ഷൂട്ടിങ്ങിന് വന്നു. ആ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ AVMൻ്റെ സ്റ്റുഡിയോ. അന്ന് ഞാൻ കൈവച്ചു. കൈവയ്ക്കേണ്ടി വന്നു. അന്ന് പുള്ളി വേറെ ഇതേപോലെ വർത്താനം പറഞ്ഞു. എനിക്ക് തെറിയേക്കണം ഇഷ്ടമല്ല. ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഒന്നാമത് എൻ്റെ സ്ഥലമാണ് AVM. മൊത്തം നമ്മുടെ ആൾക്കാരാണ്. ഞാൻ AVMൻ്റെ സ്റ്റാഫാണ്. മൊത്തം എൻ്റെ ആൾക്കാർ എൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ധൈര്യമാണ്. പിന്നെ എന്ത് കംപ്ലീറ്റ്. അത് കഴിഞ്ഞ് ഞാനും ജോഷിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ജോഷി നീ വാടാന്ന് പറഞ്ഞു. ഞാൻ ജോഷിയുടെ പോയി. ജോഷി കയറിയായിരുന്നു. അത് പേഴ്സണലാണ്, അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അത് ശരിക്കും ഞാനൊരു ചെറുപ്പം, ഞാൻ വളരെ ചെറുപ്പമായിട്ടുള്ളൊരു കാലം എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ ഈ തെറിയൊന്നും വിളിച്ച് ഞാൻ അങ്ങനെയൊന്നും ഇൻഡസ്ട്രിയിൽ വന്നതല്ല. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ അത് ജോഷിക്കും അറിയാം. ഞാൻ ജോഷിയുടെ കൂടെ പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ജോഷിയുടെ പടമാണത്. പിന്നെന്താ, ജോഷിക്ക് അറിയാം. ജോഷി അങ്ങനെ വളരെ അഭിനയിച്ച നടിമാരിൽ പ്രണയം തോന്നിയ ഒരു നടി? അല്ല, ദേഷ്യം വന്നിരിക്കുന്നത് പ്രണയമൊന്നുമില്ല. ദേഷ്യം വന്നിരിക്കുന്നത് സിൽക്കുമായിട്ട്. ദേഷ്യമല്ല, പെട്ടെന്ന് നമ്മളൊന്ന് ഒത്തിരി ദേഷ്യപ്പെടേണ്ടി വന്നു. കാരണം അത് ബേസിക്കലി വാഴികൈ സിനിമ ഒരു വലിയ വിഷയമാണ്. എന്നെ കൺട്രോൾ ഇട്ട് പോയൊരു സാധനം. അത് ഞാൻ ഒന്നാമത് നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഈ പുള്ളിക്കാരത്തെ റിഹേഴ്സൽ ചെയ്യില്ല. നമ്മളിപ്പോൾ ഡാൻസ് മാസ്റ്റർ കമ്പോസ് ചെയ്യും. അപ്പോൾ നമ്മളത് പഠിച്ചെടുത്ത് അവിടെ നിന്ന് റിഹേഴ്സൽ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് അന്ന് അത് പറ്റാത്ത മൂമെൻ്റ് ആണെങ്കിൽ പറയണ്ടേ. തിരിച്ചു വന്നിട്ട് മാസ്റ്റർ ഇത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നീ അത് നേരത്തെ ഇത് റിഹേഴ്സൽ ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞാൽ പോരെ.
നമ്മൾ അടുത്ത മൂവ്മെൻറ്റ് നീ വന്ന് നോക്കിയിട്ട് നിനക്ക് പറ്റുന്ന മൂവ്മെൻറ്റ് പറഞ്ഞാൽ അത് ഓക്കെ അല്ലല്ലോ. ഒരു ഫുൾ ഡേ കഴിഞ്ഞു. അപ്പം ഞാൻ ചിത്ര ലക്ഷ്മണനാണ്, രാമുവാണ്. ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല. അപ്പം പറഞ്ഞു നീ എന്നെ വേണം പഠിക്കുക, അപ്പോൾ സോങ്ങും മുടിച്ചിട്ട് പണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഈ കാണിക്കണേ ചോദിച്ചാൽ പറഞ്ഞു. ഒരു പ്രാവശ്യം വന്നിട്ട് 2 പ്രാവശ്യം വന്ന് 3 പ്രാവശ്യം വന്ന് ഫുൾ പരിപാടി പുള്ളി അതൊരു തരം നമ്മളായിട്ട് റാഗ് ചെയ്ത പോലെയാ എനിക്ക് തോന്നണേ. അത് എന്നെ അങ്ങ് വിട്ടിട്ട് ഞാൻ പോയി ആത്മാർത്ഥമായിട്ട് ഡാൻസ് അല്ലേ, ഞാൻ പോയി റിഹേഴ്സൽ എടുക്കുക. എനിക്കതൊന്നും ഓട്ടമൊന്നുമില്ല, ഞാനത് ചെയ്യും. രണ്ടാമത് ഞാനിത് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പൊതിച്ചിരിക്കുന്ന ഡ്രസ്സ് ഷോർട്ടിലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അനങ്ങൊന്നും വേണ്ട, മനസ്സിലായ? കംപ്ലീറ്റ് ആൾക്കാർ വാ വിളിച്ച് നോക്കിക്കോളൂ. ആള് ശുദ്ധ പാവാ. അത് കഴിഞ്ഞ് അത് അവള് ഭയങ്കര അവളെ ചുമ്മാ വെറുപ്പെത്തുന്നതാണ് അവരുടെ സ്വഭാവം. അപ്പോൾ അവസാനത്തെ സീൻ ഷോട്ട് ഡാൻസാണ്. അപ്പം ഞാൻ ഇവിടെ മുതുകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുക. ആ ടോട്ടൽ സോങ് ഇവിടെ എൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് നമ്മളെ ഡാൻസ് ചെയ്യുക. ആ ശരിക്കും വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ആ സമയത്ത് നമുക്ക് വേദന എടുത്ത് ഭയങ്കര വേദന. ഞാൻ ഇറങ്ങി വന്ന് കൈ പിടിച്ചു. എന്നെയാ പണ്ടത് ചോദ്യം പിടിയെടുത്ത് അടിച്ചത് കൈ പിടിച്ച് അങ്ങനെ തന്നെ എനിക്ക് വയലൻ്റായി. ഞാൻ സഹിക്കാൻ വയ്യാതായി. അപ്പോൾ തന്നെ കൺട്രോളായി. അതങ്ങനെ അവളൊന്ന് ഞെട്ടിപ്പോയി, പേടിച്ചു പോയി. ശരിക്കും മനസ്സിലായോ ശരിക്കും? പിന്നെ അവള് ഈ വക പരിപാടിയില്ല. ഒരു പ്രാവശ്യം എനിക്കറിയാം. കാരണം ഞങ്ങളുടെ ഷൂട്ടിങ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാക്മാൻ ഉണ്ടായിരുന്നേ. അപ്പം എൻ്റെ പയ്യൻ്റെ നിന്ന് വാക്മാൻ മേടിച്ച് ഇവള് വച്ചിട്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ആരോ സാർ രവീന്ദ്ര സാർ അയ്യോ പാവാട്ടോ. ശരി, അത് ഞാൻ വേറൊന്നല്ല, എനിക്കത് ഭയങ്കരമായിട്ട് വേദന എടുത്ത്. ഒന്നാമത് ഇതിൻ്റെ ഇറിറ്റേഷൻ ശരിക്കും. നമ്മൾ അന്ന് വലിയ വിഷയമില്ല. ഇന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ എന്ത് വിഷയമാണെന്ന് അറിയാം. അത് കറക്റ്റാ. ഇന്നാണെങ്കിൽ വലിയ അപകടത്തിൽപ്പെട്ടു പോയാനെ. 100%. രവീന്ദ്രൻ സെറ്റിൽ വിഷയം ഉണ്ടാക്കി, കൈ പിടിച്ച് തിരിച്ച് ഞാനതെന്നറിയാം. ഭയങ്കര വാർത്തയും. അന്ന് വാർത്തയൊന്നും ഇല്ലാത്ത ഭാഗ്യം. അല്ല, വാർത്തയുണ്ട്. മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും പുറത്തിട്ടാലും പോയല്ലോ. മൊബൈലില്ലല്ലോ. അതല്ല, അന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അതിന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അതെന്തുകൊണ്ടോ ആരും ന്യൂസ് ആക്കിയില്ല. അത്ര വലിയ വിഷയമല്ല. പക്ഷെ ഞാൻ ഉള്ളിൽ തന്നെ തീർന്നു. അപ്പം തന്നെ തീർന്നു. അപ്പം എന്ത് വിഷയം നമ്മൾ അവിടെ വെച്ച് സെറ്റ് ചെയ്യാന്നുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഞാൻ അതെന്തറിയാമോ, ബേസിക്കലി ഈ ഇഷ്യൂസ് ഉണ്ടല്ലോ, പല ഇഷ്യൂസും യഥാർത്ഥത്തിൽ വന്ന് പലതും ഭയങ്കര കുറേ ഊതി ഉറപ്പിക്കുന്ന പരിപാടിയുണ്ട്. കുറച്ചുണ്ട് താനും. നമ്മുടെ കയ്യിലിപ്പോൾ നമ്മൾ നോക്കണം. നമ്മൾ ചേട്ടൻ കോഡ്സ് നമ്മൾ കറക്റ്റായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ അതിജീവിതയുടെ വിഷയം, ഓക്കെ, ഞാൻ ചില വിഷയം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗാന്ധിശിലയുടെ മുമ്പിൽ ഒന്ന് സത്യാഗ്രഹിടുന്നവരാണ്. ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് എൻ്റെ ഐഡിയോളജി ഒരാൾ ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് വന്നിട്ട് മറ്റുള്ള ഒരാൾക്ക് വന്നിട്ട് കറക്റ്റായിട്ട് അതിനെ ചൂഷണം ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ എന്നിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയെന്ന് തന്നെ അറിയാം. ആ ദേഷ്യത്തിന് നമ്മൾ പെട്ടെന്ന് കൺട്രോൾ വിട്ടു പോകുമ്പോൾ നമ്മൾ സംഭവിച്ചാൽ, പക്ഷെ ആ കൺട്രോൾ വിട്ടു പോയപ്പോൾ തന്നെ നമ്മൾ അതിനെ കൺട്രോളിലേക്ക് എടുക്കുക ചെയ്തേ, അടുത്തേക്ക് പോവാതെ. പക്ഷെ അതിനെ നമ്മൾ പിന്നീട് ഒരു വൈരാഗ്യമായിട്ട് വെച്ചിട്ടില്ല. അപ്പം തന്നെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റി. മനസ്സിലായ? നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയുകയും പെട്ടെന്ന് കോപത്തിൽ വന്നതാണെന്നുള്ളതിനകത്തേക്ക് നമ്മൾ പറയുകയും ആ കാര്യത്തിന് അവിടെ വെച്ച് തന്നെ നമുക്ക് അവിടെ തീരുവാണത്. താങ്കളുടെ ജോഡിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാരായിരുന്നു? അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും എനിക്ക് വന്നിട്ടുള്ളതിനകത്തേക്ക് ഞാൻ അവരെയൊക്കെ ബഹുമാനിക്കും. ഏതെങ്കിലും കാലഘട്ടത്തിൽ താങ്കളുടെ കൂടെ അഭിനയിക്കാമെന്ന് നടിക്ക് താങ്കളുടെ ഒപ്പം അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് എൻ്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല, പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ പോകേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. എനിക്കില്ല, എൻ്റെ ഓർമ്മയിലില്ല. താങ്കൾക്ക് ആദ്യം കിട്ടിയ പ്രതിഫലം എത്രയായിരുന്നു സിനിമയിൽ നിന്ന്? എനിക്ക് ആദ്യം ഒരു 4,000 രൂപ. 4,000 രൂപ ആദ്യം? ആ കാലഘട്ടത്തിൽ ആദ്യം 4,000 കിട്ടി? 4,000 ആ പടം. പല പടങ്ങൾ മറ്റേ ഭാനുമതിയുടെ പടം വന്നിട്ട് നമ്മൾ കുറേശ്ശെ അത് എനിക്കൊരു റെമ്യൂണറേഷൻ 4,000 പറഞ്ഞാലും ഞാൻ പോയിട്ട് 250, 300, 500 അങ്ങനെ മേടിച്ചാണ് ആ പൈസ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. താങ്കൾ ഫുൾ ടൈം ഡാൻസറാണ്, സ്ത്രീകളോടൊപ്പം ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടറായി മാറി. ആ സമയത്ത് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു?
എനിക്കെന്തിനാ വീട്ടിലിരിപ്പ്? ഞാൻ എൻ്റെ പ്രൊഫഷനല്ലേ. പിന്നെ ഞാൻ എൻ്റെ മേജർ ടൈം ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമുള്ളത് ഞാൻ അഭിനേതാവ് അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നീട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാനിപ്പോൾ ചാനലിൽ പോയിട്ട് ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴൊന്നും അവർക്ക് അതിനെ കാണാനുള്ളൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് അതെന്താണെന്നുള്ള എന്നെ അറിയാമെങ്കിൽ നമ്മളെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എനിക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മൾ അന്യോന്യം അറിയാമെങ്കിൽ ഞാൻ എവിടം വരെയും പോവും, എന്താവും, എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഭാര്യയ്ക്ക് ധാരണയുണ്ട്. താങ്കൾ പോയ ഒരു ഫംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾ കൂടിയ ഓർത്തെടുക്കുകയാണ് ഏത് ഫംഗ്ഷനായിരിക്കും? ഇഷ്ടംപോലെ ഫംഗ്ഷൻ, ഇഷ്ടംപോലെ. നമ്മളെ ഒരു തരാ സമയം ഭയങ്കരമായിട്ട് അത് നമ്മൾ ഫംഗ്ഷന് വേണമെന്നില്ല. നമ്മൾ റോട്ടിൽ കൂടി പോകുമ്പോൾ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന കാറുകൾ ഏതാണെന്ന് കാണാൻ വേണ്ടി തന്നെ ആൾക്കാർ തടിച്ചു കൂടാറുണ്ടായിരുന്നു. ഉടുതലാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര അവരെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്ത ഒരു ആക്ടറായിരുന്നു ശരിക്കും. തമിഴ്നാട് ഫുൾ വില്ലേജിൽ വരെ, കാരണം 100 ദിവസം വില്ലേജിൽ വരെ ഓടിയതാണ്. ഒന്നാമത് എൻ്റെ ചുരുണ്ട മുടി വെച്ചിട്ട് അതേ സ്റ്റൈൽ നടക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അത്രയധികം ആൾക്കാരില്ല. ഇപ്പോൾ ഈ ഉടുതരാഗം വന്ന ആൾക്കാർ കണ്ടോയെന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. എത്ര പ്രാവശ്യം കണ്ട് എന്നുള്ളതാണ് ചോദിക്കുക. ഒരു മിനിമം 10 പ്രാവശ്യം കണ്ട സ്റ്റുഡൻറ്റേ ഉണ്ടാവുള്ളൂ. കാരണം അവരെ ലൈഫായിട്ട് അതാ ഞാൻ പറഞ്ഞു. ഈ വാഴ 2 കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്. ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കറിയാം, ഇന്നും അവർ ആ സിനിമ ഓർക്കുന്നുണ്ട്. ഒരു 10 വർഷത്തോളം എല്ലാ വെക്കേഷനിലും ആ സിനിമ പിന്നെയും വന്നിരുന്നു. അതെ അതെ. എനിക്കറിയാം, ഒരു 2000 വരെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-20 വർഷത്തോളം ആ പടം എല്ലാ വർഷവും വെക്കേഷനിൽ ആ പടം പല സ്ഥലത്തും വന്ന് കളിക്കുമായിരുന്നു. എടുത്തിട്ടാണ് അതൊരു കൾട്ട് സിനിമയായിട്ട് മാറിയതാണ്. അതെന്നെ വന്ന് ഒരു പക്ഷേ ആ ഒരു സിനിമ ഞാൻ അഭിനയിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് പിന്നെയും വന്നിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയ സമയത്ത് എന്നെ മറക്കേണ്ടതാണ്. അതെ അതെ. അപ്പുറത്തും തപ്പൂസ് കഴിഞ്ഞ ഒരു ലോങ് ഗ്യാപ്പാണ്, ഒരു തലമുറയുടെ ഗ്യാപ്പ് എനിക്കുണ്ട്. ഞാൻ മറ്റു പരിപാടികൾ ചെയ്തു. പിന്നെ ഞാൻ ആകസ്മികമായിട്ട് വന്ന കിളിപോയിൽ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറി അഭിനയിച്ച. അല്ലാത്ത സമയത്ത് ഞാൻ ചുമ്മാ പോയിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ കാണിച്ചിട്ടുള്ള നോട്ട്ബുക്ക് അതൊക്കെ ഞാൻ ചുമ്മാ അതിനൊരു സൗഹൃദത്തിൻ്റെ പേരിൽ ചെയ്തിരിക്കുന്നു.